MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് BSc സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. Statistics can be defined as aggregates of facts affected to a marked extent by multiplicity of causes, numerically expressed, enumerated, or estimated according to reasonable standards of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. Statistics. ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന രീതിയിലാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് നമ്പേഴ്സിലുള്ള ഒരു ഡാറ്റയായിട്ട് കണക്കാക്കാമെന്നാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞു തരുന്നത്. എന്നാൽ സെക്കൻഡ് ഡെഫിനിഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ആ ഡെഫിനിഷൻ എന്താ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. അടുത്ത ടേം population and sample. By a statistical population, we mean the aggregates of objects under our study. They can be animate or inanimate, finite or infinite, etc. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഓബ്ജെക്ട്സ് അണ്ടർ അവർ സ്റ്റഡി. എ സാമ്പിൾ is a representative subset of the population. A sample is selected from the population using various sampling techniques. നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റയാണ്. ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ്. മെഷർമെൻറ്റിൻ്റെ ബേസിസിൽ ഡാറ്റേനെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റേനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇസ് ഡിവൈഡഡ് ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റ. Quantitative data. Quantitative data provides information about quantities. It is the data that can be directly measured and can be written down in numbers. Quantitative data can be further classified as discrete or continuous data. Discrete data. Discrete data can take only particular values such as integer values. For example, number of students studying in a class, number of marbles in a jar, etc. Continuous data is the data that can take any value within a range. Example, heights of students, lifetime of electric bulbs, etc. Qualitative data or categorical data. Qualitative data is the information about qualities. This data cannot be measured directly. Qualitative data can be further classified into nominal and ordinal data. Nominal data is a type of data that is used to name or label variables without providing any quantitative values. Example, names of people, gender, nationality, etc. ഇതെല്ലാം nominal data. Ordinal data is the data which is placed in some kind of order or scale. Example, ranking happiness in a scale of 1 to 10, position in a running race, first, second, third, etc. ഇത്തരം ഡാറ്റാസിനെല്ലാം നമ്മൾ ഓർഡിനൽ ഡാറ്റ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഇസ് ടൈം സീരീസ് ഡാറ്റ. ടൈം സീരീസ് ഡാറ്റ ഇസ് ദ ഡാറ്റ ദാറ്റ് ഇസ് അറേഞ്ച്ഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, ദാറ്റ് ഇസ് ദ ഓർഡർ ഓഫ് ടൈം. എക്സാമ്പിൾ, പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻ ഡിഫറെൻറ്റ് ഇയേഴ്സ്, അവർലി ടെമ്പറേച്ചർ ഇൻ എ സിറ്റി, മന്ത്ലി റെയിൻഫോൾ ഇൻ എ ഏരിയ, എക്സെട്ര. ഇത്തരം ഡാറ്റകളെല്ലാം ഒരു ടൈം പീരിയഡിൻ്റെ ബേസിസിൽ, ടൈമിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ ടൈം സീരീസ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ക്രോസ് സെക്ഷണൽ ഡാറ്റ. Cross sectional data is a type of data collected from many statistical units at one point of time. Example, salary of employees in a factory on February 2023. ഇത്തരം ഡാറ്റയെ നമ്മൾ ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ അറേഞ്ച്മെന്റ് ഓർ ഓർഗനൈസേഷൻ. റോ ഡാറ്റ ഓർ ഇൻഡിവിജ്വൽ സീരീസ്. അൺഅറേഞ്ച്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇസ് കോൾഡ് റോ ഡാറ്റ. ഇപ്പോൾ ഡാറ്റ വെറും നമ്പേഴ്സ് നമ്മളിങ്ങനെ കോമിറ്റൊക്കെ എഴുതി കുറേ നമ്പേഴ്സ് ആണെച്ചാൽ ഇറ്റ് ഈസ് റോ ഡാറ്റ, ഒരു അറേഞ്ച്മെൻറ്റും ഇല്ലാത്ത ഡാറ്റ. Next is frequency distributions. A frequency distribution is an orderly arrangement of data classified according to the magnitude of the observations, and the observations are written along with their frequencies.
ഇപ്പോൾ ഫ്രീക്വൻസികൾ വെച്ചിട്ട് ഡാറ്റേനെ അറേഞ്ച് ചെയ്യുക. അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒബ്സർവേഷനുകളെ നമ്മൾ ഓരോ പ്രാവശ്യം ഒറ്റ പ്രാവശ്യം എഴുതുകയും അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു അതിൻ്റെ എണ്ണവും എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. There are two types of frequency distribution: discrete frequency distribution or discrete series, and continuous frequency distribution or continuous series. Discrete frequency distribution. In a discrete frequency distribution, the exact measurements of various items are shown. Frequency relating to such measurements are shown against them. Continuous frequency distribution or continuous series. In a continuous frequency distribution, the measurements are expressed in form of classes and the corresponding frequencies are shown against the classes. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എക്സ് വാല്യൂസ് ഇങ്ങനെ നമ്പേഴ്സ് എഴുതും. ഇപ്പോൾ 10, 20, 30 അങ്ങനെ എഴുതിയിട്ട് അവരുടെ ഫ്രീക്വൻസികൾ എഴുതുകയാണെങ്കിൽ അതൊരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. എന്നാൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ വാല്യൂസ് ഇങ്ങനെ എഴുതുകയല്ല ചെയ്യുക, ക്ലാസ്സസ് ആയിട്ടാണ് എഴുതുക. ക്ലാസ് 0 to 10, 10 to 20 എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കൂടി എഴുതുകയാണെങ്കിൽ ദറ്റ് ഈസ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. Next is collection of data. Collection of data means the systematic recording of the information that is gathered in a statistical investigation. Types of data. നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് കളക്ഷൻ. എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിസിൽ ഡാറ്റയെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിനെ പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി ഡാറ്റ എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്താണെന്ന് നോക്കാം. പ്രൈമറി ഡാറ്റ ആർ ദോസ് കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ എ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ഹെൻസ് ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. Secondary data. Secondary data are the data collected by someone else for his purpose and is utilized by the investigator for his study. Secondary data can be collected from published or unpublished sources. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് methods of collecting primary data. Some of the methods for collecting primary data are: one is direct personal investigation, second is indirect oral investigation, third is telephone interviewing, 4 is local correspondence, and 5 is using questionnaires and schedules. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റെസ്പോണ്ടൻസിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർമൻസിൻ്റെ അടുത്ത് പോയിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷനിൽ ഡയറക്റ്റായിട്ട് ഇൻഫോർമൻസിൻ്റെ അടുത്ത് നേരിട്ട് പോവാതെ അവരെ അറിയുന്ന തേർഡ് പാർട്ടീസിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് ടെലിഫോൺ ഇൻ്റർവ്യൂയിങ് ടെലിഫോണിൽ വിളിച്ചിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ലോക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇൻവെസ്റ്റിഗേറ്ററോ എന്യൂമറേറ്ററോ പോവാതെ അവിടെയുള്ള ഒരു ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് യൂസിങ് ക്വസ്റ്റ്യനേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്. ക്വസ്റ്റ്യനേഴ്സും ഷെഡ്യൂളും എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അതിനുള്ള ആൻസേഴ്സ് വേണം. ക്വസ്റ്റ്യനേഴ്സോ ഷെഡ്യൂൾസോ ഉപയോഗിച്ചിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ക്വസ്റ്റ്യനേർ ഇൻഫോർമൻസ് തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഷെഡ്യൂള് എന്യൂമറേറ്റർ കൊണ്ടുപോയി അവർ ചോദ്യങ്ങൾ ചോദിച്ച് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ എന്യൂമറേറ്റേഴ്സ് ആയിരിക്കും. A questionnaire is a set of printed or written questions with a choice of answers which are designed for the purpose of a statistical survey. A schedule is also a set of printed or written questions to be asked to the informants, but it is filled by the enumerator. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽസ്: നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ. These are the different types of measurement scales. Nominal scale. Nominal scale is a system of assigning number symbols to the events in order to label them. Example, numbers are assigned to volleyball players in order to identify them. Here the numbers provided are just convenient labels. It has no quantitative value. അപ്പം നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നു, പക്ഷെ അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. അല്ലെ, ആ നമ്പർ ഒരു ലേബിൾ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുക്കുന്നു എന്ന് മാത്രം. ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ ഇസ് എ റാങ്കിങ് സ്കെയിൽ. Ordinal scale is defined as a variable measurement scale used to simply depict the order of the variables and not the difference between each of the variable. Order കാണിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു വേരിയബിൾ. These scales are generally used to depict non-mathematical ideas such as frequency, satisfaction, happiness, a degree of pain, etc.
അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഫ്രം എ സ്കെയിൽ ഓഫ് 1 to 10 എത്രത്തോളമാണ് ഹാപ്പിനെസ്, എത്രത്തോളമാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കുന്നത്, അങ്ങനെയുള്ള നമ്പേഴ്സ്. ഇപ്പോൾ നമ്പർ 4 അല്ലെങ്കിൽ നമ്പർ 10 എന്നൊക്കെ പറയുമ്പോൾ ആ നമ്പേഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതിന് മറ്റൊരു ക്വാണ്ടിറ്റേറ്റീവ് ഇമ്പോർട്ടൻസും അവിടെ ഉണ്ടാവില്ല. The interval scale. Interval scale is defined as a numerical scale where the order of the variables is known as well as the difference between the variables. We cannot multiply or divide interval scale data. Also, interval scales have no true or absolute zero values. ഇപ്പോൾ ഇവിടെ ഡിഫറൻസുകൾ കാണാൻ പറ്റും. ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുന്നു, അതിൻ്റെ ഡിഫറൻസുകൾ കാണാൻ കൊടുക്കും. പക്ഷെ ഇവിടെ ആബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ 0 ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ ഇല്ല എന്നല്ല, അല്ലേ? 0 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ വാല്യൂ, അവിടെ തണുപ്പുണ്ട് എന്ന് തന്നെയല്ല അർത്ഥം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ അർത്ഥം, അല്ലാതെ ടെമ്പറേച്ചർ തീരെ ഇല്ല എന്നല്ല അർത്ഥം. Ratio scale. Ratio scale is defined as a variable measurement scale that not only produces the order of the variables but also makes difference between variables known along with the information on the value of true zero. Ratio scale true zero ക്ക് വാല്യൂ ഉണ്ട്. എക്സാമ്പിൾ ഹൈറ്റ്സ്. ഹൈറ്റ് 0 ആണെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇല്ല, വെയിറ്റ് 0 ആണെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ല എന്നാണ് അർത്ഥം. ഹൈറ്റ്സ്, വെയിറ്റ്സ്, ലെങ്ത്സ് എക്സെട്ര. Next is census and sampling. If we are collecting data from each and every unit of the population, then the method adopted is called complete enumeration survey or census. If we are collecting data from only a part of the population, that is a sample, then the method adopted is called sampling. അപ്പോൾ പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ സെൻസസ് എന്നും, മറിച്ച് പോപ്പുലേഷനിലെ ഒരു പാർട്ടിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ നമ്മളതിനെ സാമ്പിളിംഗ് എന്നും പറയുന്നു. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ is simple random sampling. Simple random sampling is a type of probability sampling in which each unit of the population has equal chance of being selected into the sample. The sample obtained using simple random sampling is called simple random sample. ഇപ്പോൾ ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതിൻ്റെ അർത്ഥം ആ പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റുകൾക്കും സാമ്പിളിലേക്ക് ഉൾപ്പെടാൻ ഒരേ ചാൻസാണ്, സെയിം ചാൻസാണുള്ളത്. Simple random sampling is classified into two: simple random sampling with replacement (SRS WR) and simple random sampling without replacement (SRS WOR. അടുത്തത് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ആണ്. ഇഫ് യു ക്യാൻ അറേഞ്ച് ദ ഐറ്റംസ് ഓഫ് എ പോപ്പുലേഷൻ ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ, സേ ആൽഫബറ്റിക്കൽ, chronological, geographical, etc., this method can be used. Once the item of the population are arranged in some order, assign them numbers 1, 2, 3, etc. Divide them into number of groups which is equal to the required sample size. From the first group, choose an item at random using lottery method. If we select the fourth item, choose the fourth item of every group systematically. This will constitute a systematic sample. ഇപ്പോൾ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ നമ്മൾ ചെയ്യണത് എന്താ വിചാരിച്ചാൽ, ആദ്യം നമ്മൾ ഡാറ്റേനെ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഡറിൽ, ആൽഫബറ്റിക്കലോ പിന്നെ ജോഗ്രഫിക്കലോ ഏതെങ്കിലും ഓർഡറിൽ നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ കൊടുത്ത് വെക്കും. എന്നിട്ട് ആ ഡാറ്റേനെ, ആ പോപ്പുലേഷൻ, നമ്പർ കൊടുത്ത പോപ്പുലേഷനെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അതായത് ഓരോ ഗ്രൂപ്പും നമ്മൾ തിരിക്കുന്നത് എത്ര സാമ്പിൾ സൈസാണോ വേണ്ട അത്ര ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നിട്ട് ആ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു ഐറ്റത്തിനെ ലോട്ടറി മെത്തേഡ് കൂടെ, അതായത് സിമ്പിൾ റാൻഡം സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡായിട്ട് ഒരാളെ സെലക്ട് ചെയ്യും. അത് ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ സെലക്ട് ചെയ്തത് ഫോർത്ത് ഐറ്റം ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പത്തെ ഫോർത്ത് ഐറ്റത്തിനെ സെലക്ട് ചെയ്താൽ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പുകളിലെയും ഫോർത്ത് ഐറ്റത്തിനെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഇസ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. When the population is heterogeneous with respect to some characteristic but can be divided into number of homogeneous subgroups, this method can be applied. അപ്പം സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആണെങ്കിൽ, അതായത് ഒരേപോലെ അല്ലാത്ത ഐറ്റങ്ങളൊക്കെയാണ്.
അതായത് ഇപ്പോൾ ഒരു കോളേജ് ആണെങ്കിൽ ഒരു കോളേജ് ഒരു ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ആയിരിക്കും. ആ കോളേജിൽ തന്നെ പല പല ക്ലാസ്സിലത്തെ കുട്ടികളുണ്ടാവും. ഇപ്പോൾ കോമേഴ്സ് ഗ്രൂപ്പിലത്തെ കുട്ടികളുണ്ടാവും, സയൻസുകളത്തെ ഉണ്ടാവും, ആർട്സിലത്തെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള സ്ട്രീമിലുള്ള കുട്ടികളുണ്ടാവും. അതുകൊണ്ട് തന്നെ ദ പോപ്പുലേഷൻ വിൽ ബി ഹെട്രോജീനിയസ്. പക്ഷേ അവരെ നമ്മൾ ഹോമോജീനിയസ് ഗ്രൂപ്പുകളായിട്ട്, ഒരേപോലെയുള്ള കുട്ടികളുടെ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. കോമേഴ്സുകാരുടെ ഒരു ഗ്രൂപ്പ്, സയൻസുകാരുടെ ഒരു ഗ്രൂപ്പ്, ആർട്സുകാരുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്തരം പോപ്പുലേഷനുകളാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കാൻ പോകുന്നത്. Here we divide the population into different homogeneous subgroups known as strata, and from each stratum select the items proportionally using lottery method. This will constitute a stratified sample. അപ്പോൾ പോപ്പുലേഷനെ ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടാകും. ആ ഗ്രൂപ്പുകളെല്ലാം ഹോമോജീനിയസ് ആയിരിക്കും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അവിടെ നിന്ന് നമ്മളൊരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്. Next one is cluster sampling. This type of sampling can be applied when the population is spread over a large geographical area. In this method, method of sampling the population is first divided into different subgroups called clusters based on some common characteristics. Then a random selection of clusters is made using simple random sampling method. Data is then collected from each item in the selected clusters. ഇപ്പോൾ ക്ലസ്റ്റർ റാൻഡം സാമ്പിളിങ്ങിലും നമ്മൾ ഡാറ്റ വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിലൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഡാറ്റയാണെങ്കിലാണ് നമ്മൾ ഈ ക്ലസ്റ്റർ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആക്കിയിട്ട് തിരിക്കും. ചിലപ്പോൾ നമ്മൾ കൺട്രിയിൽ ഇന്ത്യയിലെ പോപ്പുലേഷനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ചിലപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളായിട്ട് തിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേറ്റും ഓരോ ക്ലസ്റ്റർ. എന്നിട്ട് ഈ ക്ലസ്റ്ററുകളുടെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ക്ലസ്റ്ററുകളെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ട് ക്ലസ്റ്ററുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ആളുകളെയല്ല. എന്നിട്ട് ക്ലസ്റ്ററുകളെ സെലക്ട് ചെയ്യും. ആ ക്ലസ്റ്ററുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തൊരു ക്ലസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ യൂണിറ്റിനെയും നമ്മൾ സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇനി നമ്മൾ മൊഡ്യൂൾ 2 ആണ് നോക്കുന്നത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ്. അവരുടെ സമ്മറി നമുക്ക് നോക്കാം. എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആൻ ആവറേജ് ഇസ് എ സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഹോൾ സെറ്റ് ഓഫ് ഡാറ്റ. ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരൊറ്റ സംഖ്യയാണ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഹോൾ സെറ്റ് ഓഫ് ഡാറ്റ. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ആവറേജസും അതിൻ്റെ ഫോർമുലാസ് എഴുതിയിരിക്കുകയാണ്. റോ ഡാറ്റ, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിൽ ഫസ്റ്റ് എർത്തമാറ്റിക് മീന് റോ ഡാറ്റയിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ ബൈ എൻ, ആൻഡ് ഡിസ്ക്രീറ്റ് സീരീസിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ എൻ, where capital N is a total frequency. കണ്ടിന്യൂസ് സീരീസ്, അതായത് ക്ലാസ്സുകളും ഫ്രീക്വൻസീസും വരുമ്പോഴും എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ എൻ ആണ്, എഫ് ഐ എക്സ് ഐ ബൈ ക്യാപിറ്റൽ. ഇതാണ് നമ്മളുടെ കണ്ടിന്യൂസ് സീരീസിലുള്ള ഫോർമുല. ആൻഡ് ജോമെട്രിക് മീനിൻ്റെ ഫോർമുല റോ ഡാറ്റയിൽ ആൻറ്റി ലോഗ് ഓഫ് സമ്മേഷൻ ലോഗ് എക്സ് ഐ ബൈ എൻ. Geometric mean in discrete series anti-log of summation fi log xi by capital N. Geometric mean in continuous series is also anti-log of summation fi log xi by capital N. Continuous seriesലെല്ലാം xiകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്ലാസ്സുകളായിരിക്കും അവിടെ ഉണ്ടാവും, അവരുടെ മിഡ് വാല്യൂസ് ആണ്. ഹാർമോണിക് മീൻ HM is equal to N divided by summation 1 by xi. അതായത് ഇവിടെ റെസിപ്രോക്കലുകളാണ് ഉള്ളത്. ആൻഡ് ഹാർമോണിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ഇസ് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi ബൈ xi. ഹാർമോണിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് ഇസ് ഓൾസോ ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ സമ്മേഷൻ fi ബൈ xi. ഇനി മീഡിയൻ്റെ ഫോർമുല നോക്കാം. മീഡിയൻ ഇൻ റോ ഡാറ്റ മീഡിയൻ ഇസ് ദ സൈസ് ഓഫ് n+1/2 ഒബ്സർവേഷൻ. അത് നമ്മൾ എടുക്കേണ്ടത് ആഫ്റ്റർ അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. മീഡിയൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്, മീഡിയൻ്റെ ഫോർമുല സൈസ് ഓഫ് ക്യാപിറ്റൽ N+1/2 ഒബ്സർവേഷൻ. ഇൻ കണ്ടിന്യൂസ് സീരീസ് ഫോർമുല ഫോർ മീഡിയൻ ഇസ് L+n/2 മൈനസ് m ഇൻറ്റു c ഡിവൈഡഡ് ബൈ f. ഇനി മോഡ് നോക്കാം. Mode is the most frequently occurring observation in case of raw data. In discrete series, mode is the observation having highest frequency, and in continuous series, mode is equal to L plus
delta 1 divided by delta 1 plus delta 2 into C. ഇവിടെ delta 1 and delta 2 എല്ലാം ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ് ആൻഡ് ദി പ്രിസീഡിംഗ് ക്ലാസ് അല്ലെങ്കിൽ സക്സീഡിംഗ് ക്ലാസ് അതുകളാണ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അതിൽ നോക്കാം. എംപെരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഇസ് മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 times mean minus median. In the case of two observation, geometric mean square is equal to arithmetic mean into harmonic mean. Arithmetic mean, geometric mean and harmonic mean are called mathematical averages. Median is a positional average. Geometric mean is used to find the average of percentages. റേഷ്യോസ് ഇതിൻ്റെയൊക്കെ ആവറേജ് കാണാനാണ് ജോമെട്രിക് മീൻ ഉപയോഗിക്കുന്നത്. ഹാർമോണിക് മീൻ ഇസ് യൂസ് ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് സ്പീഡ്സ്. സ്പീഡുകളുടെ ആവറേജ് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഹാർമോണിക് മീൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അടുത്തത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ സമ്മറിയാണ്. എ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ് ടു മെഷർ ദ സ്കാറ്റേർഡ്നെസ് ഓർ വേരിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ ഡാറ്റ. ഇപ്പോൾ ഡിസ്പേർഷൻ നമുക്ക് പറഞ്ഞു, മെഷർ ഓഫ് ഡിസ്പേർഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ ഡാറ്റയിലുള്ള ഒബ്സർവേഷൻസ് എത്രത്തോളം സ്കാറ്റേർഡ് ആണ്, ചെതറിയിട്ടാണ് കിടക്കുന്നത്, പിന്നെ തമ്മാമിലോ അതോ നമ്മൾ ആവറേജിൽ നിന്നോ എത്രത്തോളം സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ള ഐഡിയ ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമുക്ക് തരുന്നത്. ആൻഡ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഇസ് യൂസ് ടു മെഷർ ദ വേരിയേഷൻസ് ഇൻ എ സിംഗിൾ സെറ്റ് ഓഫ് ഡാറ്റ. എ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ടു കമ്പയർ വേരിയേഷൻസ് ഇൻ 2 or more sets of data. നമുക്ക് ഡിസ്പേർഷൻ്റെ ഫോർമുല ഇതേമാതിരി റോ ഡാറ്റ, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിൽ നോക്കാം അലോങ് വിത്ത് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഇസ് റേഞ്ച്. അപ്പോൾ റേഞ്ച് ഇൻ റോ ഡാറ്റ ഇസ് ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് വാല്യൂസ്. ഡിസ്ക്രീറ്റ് സീരീസിലും ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിലും ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഇസ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് വിച്ച് ഈസ് h മൈനസ് എൽ ഡിവൈഡഡ് ബൈ h പ്ലസ് എൽ. ഇനി നമ്മൾ നോക്കുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് Q3 മൈനസ് Q1/2 ആണ് എല്ലാ ഡാറ്റകളിലും. അതിൽ Q1ഉം Q3യും കാണാനുള്ള ഫോർമുല മാത്രമാണ് ഇതിലൊക്കെ വ്യത്യസ്തമാവുന്നത്. Relative measure of dispersion corresponding to quartile deviation is coefficient of quartile deviation, which is Q3 minus Q1 divided by Q3 plus Q1. അടുത്തത് മീൻ ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ മോഡുലസ് ഓഫ് xi മൈനസ് എ. അതായത് എ എന്ന് പറയുന്നത് മീനാവാം, മീഡിയൻ ആവാം, മോഡാവാം. In case of discrete series, mean deviation is 1/N summation f into modulus of x minus a. And in case of continuous series also, mean deviation is 1/N summation f into modulus of x minus a. And coefficient of mean deviation is mean deviation divided by a, where a is the average. അതായത് ഇപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കാണണമെങ്കിൽ ഇത് മീൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ആയിരിക്കും. മീഡിയൻ ആണ് കാണണമെങ്കിൽ മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ ആയിരിക്കും ഇത്. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n ഇൻറ്റു സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻ റോ ഡാറ്റ. ഡിസ്ക്രീറ്റ് സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് square root of 1/N summation f into x minus x bar the whole square. And in continuous series also standard deviation is root of 1/n summation f into x minus x bar the whole square. And the corresponding relative measure of dispersion ഒന്നാണ് coefficient of standard deviation, that is standard deviation by arithmetic mean x bar. ഒന്നുകൂടിയുണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വിച്ച് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സ് ബാർ ഇൻറ്റു 100. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒജീവ്സ് ആണ്. അപ്പോൾ എന്താണ് ഒജീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഒജീവ്സ് ആർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി curves and they are graphical representation of a cumulative frequency distribution. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകൾ രണ്ടെണ്ണമുണ്ട്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അവിടെ നമ്മൾ ക്ലാസ്സുകളുടെ അപ്പർ ലിമിറ്റുകളും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും എടുത്ത് കിട്ടുന്നതാണ്. ആൻഡ് മറ്റൊന്ന് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അത് നമുക്ക് കിട്ടുന്നത്
ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ്സസും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ബേസിസിൽ നമുക്ക് രണ്ട് ഒജീവുകൾ നമുക്ക് കിട്ടും. വൺ ഇസ് ലെസ് ദാൻ ഒജീവ് ആൻഡ് അതർ ഇസ് മോർ ദാൻ ഒജീവ്. അപ്പോൾ നമ്മൾ ഒജീവുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വിചാരിച്ചാൽ, നമ്മൾ സ്ട്രേറ്റ് ലൈനുകൾ നമുക്കുണ്ടാവും അല്ലേ. ഈ സ്ട്രേറ്റ് ലൈനുകൾ എക്സ് ആക്സിസ് ഉണ്ടാവും, നമ്മൾ എക്സ് ആക്സിസ് ഉണ്ട് ആൻഡ് വൈ ആക്സിസ് അല്ലേ. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മളെ കയ്യിലുണ്ടാവും. നമ്മൾ ഒജീവുകൾ വരയ്ക്കുകയാണ്. ഒജീവുകൾ വരയ്ക്കുന്നത് ഇപ്പം ലെസ് ദാൻ ഒജീവ് ഇവിടെ ഇങ്ങനത്തെ രൂപത്തിലായിരിക്കും. ഒജീവുകൾ വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസിൻ്റെ ലിമിറ്റുകളാണ്. ഇവിടെ ക്ലാസിൻ്റെ ലിമിറ്റുകളും വൈ ആക്സിസിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളുമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത് ഒരു ലെസ് ദാൻ ഒജീവാണ്. ആൻഡ് മോർ ദാൻ ഒജീവ് വരയ്ക്കുന്നത് ഈ രൂപത്തിലായിരിക്കും ഉണ്ടാകും. ഇപ്പോൾ രണ്ട് ഒജീവുകളും നമ്മൾ ഒരേ ഗ്രാഫിൽ വരച്ചു കഴിഞ്ഞാൽ ഇതുപയോഗിച്ച് നമുക്ക് മീഡിയനും കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് ഒജീവുകളുടെ ഈ മീറ്റിംഗ് പോയിന്റിന് നമ്മൾ താഴേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിൻ്റെ മീഡിയൻ. അതേപോലെ നമുക്ക് മീഡിയൻ ഒരൊറ്റ ഒജീവ് വരച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഒജീവ് വരയ്ക്കുകയായിരിക്കും. ഇപ്പോൾ നമ്മൾ ലെസ് ദാൻ ഒജീവാണ് വരച്ചിരിക്കുന്നത്. ലെസ് ദാൻ ഒജീവ് വരച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയുണ്ട് അല്ലേ. ഈ ഒജീവ് വരച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആയിരിക്കുമല്ലോ വൈ ആക്സിസിൽ. അതിൽ ക്യാപിറ്റൽ N/2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിവിടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. അവിടെ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് അത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബി ദ മീഡിയൻ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബോക്സ് പ്ലോട്ട് ആണ്. അപ്പോൾ എന്താണ് ബോക്സ് പ്ലോട്ട് എന്ന് നോക്കാം. ബോക്സ് പ്ലോട്ട് ഇസ് എ type of graph that helps to visually organize the data. It gives an idea about the spread of the data. To draw a box plot, the following data points must be identified. One is minimum value, other is maximum value, first quartile Q1, second quartile Q2 and third quartile Q3. ഇത് വച്ച് വരയ്ക്കുന്ന ഡാറ്റേൻ്റെ സ്പ്രെഡിനെ കുറിച്ചിട്ട് ഐഡിയ തരുന്ന ഒരു ഗ്രാഫാണ് ബോക്സ് പ്ലോട്ട്. Module 3. First, moments. Moments are the arithmetic means of different powers of deviations of observations from a number. രണ്ട് തരത്തിലുള്ള മൊമെൻറ്റ്സ് ആണുള്ളത്, റോ മൊമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ മൊമെൻറ്റ്സ്. അതിൽ ആദ്യത്തത് റോ മൊമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. റോ മൊമെൻറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ arithmetic mean of different powers of deviations of observation from an arbitrary constant. The rth row moment about an origin A is given by mu r dash of A, that is equal to 1 by n summation I is equal to 1 to n xi minus a whole raised to r. അതായത് ഇവിടെ 1 by n സമ്മേഷൻ എന്ന് പറയുന്നത് സമ്മ് ചെയ്തിട്ട് 1 by n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള അരിത്തമാറ്റിക് മീനാണ് നമ്മൾ കാണുന്നത്. ആരുടെ അരിത്തമാറ്റിക് മീനാണ് കാണുന്നത്? rth പവർ ഓഫ് ഡീവിയേഷൻസ്, മൈനസ് ചെയ്യുന്നതിന് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ആൻ ആർബിട്രറി നമ്പർ. ഇതിനെയാണ് rth റോ മൊമെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഈ rth റോ മൊമെൻറ്റിൽ എ എന്ന് പറയുന്ന ഒറിജിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 എന്ന് പറയുന്ന നമ്പറാണ് എടുത്തതെങ്കിൽ നമുക്ക് മ്യൂ ആർ ഡാഷ് ഓഫ് 0 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, മ്യൂ ആർ ഡാഷ് ഓഫ് എ അല്ല, ഇവിടെ 0 ആണ്. മ്യൂ ആർ ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 by n summation I is equal to 1 to n xi raised to r. അടുത്ത ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് സെൻട്രൽ മൂവ്മെൻറ്റ്സ് ആണ്. സെൻട്രൽ മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ arithmetic mean of different powers of deviations of observations from their arithmetic mean. സെൻട്രൽ മൂവ്മെൻറ്റുകളാവുമ്പോൾ ഡീവിയേഷൻസ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു നമ്പറിനായിരിക്കരുത്, മറിച്ച് arithmetic mean എന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ the rth central moment is given by mu r is equal to 1 by n summation I is equal to 1 to n xi minus x bar whole raised to r. The first row moment about the origin 0, that is mu r dash of mu 1 dash of 0 is the arithmetic mean. The second central moment is the variance, that is mu 2 will be the variance. അടുത്ത നമ്മൾ നോക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ മൂവ്മെൻറ്റ്സ് ആൻഡ് റോ മൂവ്മെൻറ്റ്സ്. അത് ആർത്ത് സെൻട്രൽ മൂവ്മെൻറ്റിനെ നമുക്ക് റോ മൂവ്മെൻറ്റ്സ് ആർത്ത് ആൻഡ് അതിനെക്കാട്ടും ലോവർ ആയിട്ടുള്ള റോ മൂവ്മെൻറ്റ്സിൻ്റെ ടേംസിൽ എഴുതാം. ആർത്ത് സെൻട്രൽ മൂവ്മെൻറ്റ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡാഷ് മൈനസ് ആർ സി 1 മ്യൂ ആർ മൈനസ് 1 ഡാഷ് മ്യൂ 1 ഡാഷ് പ്ലസ് ആർ സി 2 മ്യൂ ആർ മൈനസ് 2 ഡാഷ് മ്യൂ 1 ഡാഷ് സ്ക്വയർ മൈനസ് ആർ സി 3 മ്യൂ ആർ മൈനസ് 3 ഡാഷ് മ്യൂ 1 ഡാഷ് ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ്
minus 1 raised to r mu 1 dash raised to r. So, നമ്മൾ നോക്കുന്ന കൺസെപ്റ്റ് സ്ക്യൂനെസ് ആണ്. സ്ക്യൂനെസ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി ഓർ asymmetry. Skewness can be positive or negative. Skewness is positive if mean is greater than median greater than mode. Skewness is negative if mean is less than median less than mode. അപ്പോൾ സ്ക്യൂനെസ് ഇല്ല, നേരെ മറിച്ച് സിമെട്രിക് ആണെങ്കിൽ, നമ്മളിതൊക്കെ പറയുന്നത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമാണ്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ മീൻ വിൽ ബി ഈക്വൽ ടു മീഡിയൻ വിൽ ബി ഈക്വൽ ടു മോഡ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ഉള്ള ഷേപ്പ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് എ സിമെട്രിക് ഡാറ്റ ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ. മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് SP is equal to mean minus mode by standard deviation എഴുതാം, അല്ലെങ്കിൽ 3 times mean minus median divided by standard deviation. Second one is Bowley's coefficient of skewness. It is based on quartiles. So SB is equal to Q3 plus Q1 minus 2m divided by Q3 minus Q1. Coefficient of skewness based on moments. Beta 1 is equal to mu3 square divided by mu2 cube, and gamma 1 that is equal to root of beta 1, that is mu3 divided by sigma square, sigma cube, sorry. Kurtosis. Kurtosis refers to the peakness of the curve of a frequency distribution. It tells us about the concentration of observations around the mode. If the curve of a frequency distribution is neither too peaked nor too flat, then it is called a normal curve or mesokurtic curve. If the curve of a frequency distribution is flatter than the mesokurtic curve, then it is called a platykurtic curve. If the curve of a frequency distribution is more peaked than the mesokurtic curve, then it is called a leptokurtic curve. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ നോർമൽ കർവ് ഓർ മെസോകർട്ടിക് കർവ്. അത് നൈദർ ടു പീക്ക് നോർ ടു ഫ്ലാറ്റ്. ഈ മെസോകർട്ടിക് കർവിനെക്കാട്ടും ഫ്ലാറ്റർ ആയിട്ടുള്ള കർവാണ് പ്ലാറ്റികർട്ടിക് കർവ്. ആൻഡ് അതിനെക്കാട്ടും പീക്ഡ് ആയിട്ടുള്ള കർവാണ് ലെപ്റ്റോകർട്ടിക് കർവ്. നമുക്ക് മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് കർട്ടോസിസ് ബീറ്റ 2 is equal to mu4 divided by mu2 square, and gamma 2 is equal to beta 2 minus 3. And percentile measure of kurtosis is equal to QD, quartile deviation, divided by P90 minus P10. Quartile deviation എന്ന് പറഞ്ഞാൽ Q3 minus Q1 by 2. P90 എന്ന് പറഞ്ഞാൽ 90th percentile, and P10 is a 10th percentile. നമ്മൾ മൊഡ്യൂൾ 4 ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് വിച്ച് മെഷർ ദ റിലേറ്റീവ് ചേഞ്ചസ് ഓഫ് എ വേരിയബിൾ ഓർ എ സെറ്റ് ഓഫ് വേരിയബിൾസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓർ അതർ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പം ഇൻഡെക്സ് നമ്പറിൻ്റെ 2 ടൈപ്പാണ്, പ്രൈസും ആൻഡ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സും. Price index numbers represent the relative change in the price of the commodities in a current period in comparison with a base period. Quantity index number represent the relative change in the quantity of the commodities in a current period in comparison with a base period. നമ്മൾ സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് നോക്കാം. സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് are used to measure the relative change of a variable when all the values are having equal importance. എല്ലാ വാല്യൂസിനും തുല്യ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഓരോ വാല്യൂസിനും ഓരോ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ചേഞ്ചസ് ഇൻ എ വേരിയബിൾ വെൻ ഡിഫറെൻറ്റ് വാല്യൂസ് ഹാവ് ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻസ്. നമ്മൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നോക്കുന്നത്. സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ഇസ് സിമ്പിൾ എഗ്രഗേറ്റീവ് മെത്തേഡ്. സിമ്പിൾ എഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇസ് സമ്മേഷൻ P1 by സമ്മേഷൻ P0 into 100. അടുത്തത് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. ഇഫ് ദ പ്രൈസ് റിലേറ്റീവ് P1 by P0 into 100 is equal to X, then simple arithmetic mean price index number is equal to summation Xi by N.
simple geometric mean price index number is equal to anti-log of summation log xi by n. ഇതേമാതിരി ഹാർമോണിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ n ഡിവൈഡഡ് ബൈ സമ്മേഷൻ 1 ബൈ xi. അടുത്തത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് എഗ്രഗേറ്റീവ് മെത്തേഡും മറ്റൊന്ന് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡുമാണ്. ഇപ്പോൾ weighted aggregative method. In weighted aggregative method, index numbers can be calculated using the following methods. One is last year's price index numbers. L is equal to summation Q0 P1 by summation Q0 P0 into 100. അതായത് ലാസ്റ്റ് ഇയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത് Q0 ആണ്. അതായത് ബേസ് ഇയറിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൊടുക്കാൻ പോകുന്നത്. പർച്ചേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ P is equal to summation Q1 P1 by summation Q1 P0 into 100. പർച്ചേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ വെയിറ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് കറണ്ട് ഇയറിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള Q1 ആണ്. തേർഡ് വൺ is ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ F. That is equal to root of summation Q0 P1 divided by summation Q0 P0 into summation Q1 P1 divided by summation Q1 P0 into 100. അതായത് രണ്ട് ലാസ്റ്റ് ഇയർ ഇൻറ്റു പർച്ചേസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കാണാനാണ്. അപ്പോൾ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ദ ജോമെട്രിക് മീൻ ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് ആൻഡ് പർച്ചേസ് ഇൻഡെക്സ് നമ്പർ. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയാൻ കാരണം ആ ഇൻഡെക്സ് നമ്പർ രണ്ട് ടെസ്റ്റുകളുണ്ട്. അതായത് ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും. അത് രണ്ടും അനുസരിക്കുന്ന ഇൻഡെക്സ് നമ്പറാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ. ഇനി അടുത്ത മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. വെയ്റ്റഡ് എർത്തമാറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ is summation WI XI divided by summation WI, where XI is equal to നമ്മൾ നേരത്തെ പറഞ്ഞ P1 by P0 into 100. Weighted geometric mean price index number is equal to anti-log of summation WI log XI by summation WI. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ് ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ prices of a basket of goods and services on the purchasing power of a particular class of people during the current period as compared with some base period. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്, എ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്, സാധാരണ ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൻ്റെ പ്രൈസിൽ വന്ന മാറ്റങ്ങൾ ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പറിൽ കാണിക്കുന്നത്. Methods of calculating cost of living index number. Aggregate expenditure method. In aggregate expenditure method, cost of living index number is calculated as summation Q0 P1 by summation Q0 P0 into 100. In family budget method, cost of living index using arithmetic mean is summation WI XI by summation WI, and cost of living index using geometric mean is anti-log of summation WI log XI by summation WI. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ്. എന്താണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് നമുക്ക് നോക്കാം. Wholesale price index number measures the relative changes in the prices of commodities traded in the wholesale market instead of consumers.